ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു, ഹെൽത്തി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എന്താഗ്രഹത്തോടു കൂടിയാണോ നിങ്ങൾ എൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത്? സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം നിങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിച്ച് തന്നതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു. ഈ ഒരു റീഡിങ് നിങ്ങളുടെ പേഴ്സണൽ റീഡിംഗ് ആയിട്ട് നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, അപ്പം ഫസ്റ്റ് ഒന്നാമത്തെ കാർഡ് വന്നിരിക്കുന്നത് റൂട്ട് ഇഷ്യൂ എന്താണെന്നുള്ളതാണ്. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ അഭിമുഖീകരിക്കുന്നതായിട്ടുള്ള റൂട്ട് ഇഷ്യൂ എന്ന് പറയുന്നത് ഒരുപാട് പെയിൻ സിറ്റുവേഷനിൽ കൂടിയാണ് കടന്നു പോകുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ കൂടെ നിൽക്കുന്ന വ്യക്തികൾ തന്നെ അവരെ ഒരുപാട് പിന്നിൽ നിന്ന് കുത്തുന്നത് പോലെ അവരെ ചതിക്കുന്നതിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സണെ അപമാനിക്കുന്ന രീതിയിൽ, മാനസികമായി തളർത്തുന്ന രീതിയിൽ ഒക്കെയുള്ള കാര്യങ്ങൾ ചിലപ്പം ഫാമിലിയിലായിരിക്കാം, അല്ലെങ്കിൽ കൂടെ ജോലി ചെയ്യുന്ന വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ സ്വന്തമെന്ന് കരുതി കൂടെ നിർത്തിയിരുന്ന ഫ്രണ്ട്സുകളായിരിക്കാം. ഓക്കെ, ഇപ്പം ആരെയും വിശ്വസിക്കാൻ കഴിയാത്ത വണ്ണം നിങ്ങളുടെ പേഴ്സൺ തളർന്ന അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. നിങ്ങളുടെ പേഴ്സൺ അനങ്ങാൻ വയ്യാത്ത അവസ്ഥയാണ്. ജീവിതം മുഴുവനും അവസാനിച്ചു എന്നുള്ള, അല്ലെങ്കിൽ ആരെയും വിശ്വസിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു അവസ്ഥയിൽ കൂടിയാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയം കടന്നു പോകുന്നത്. നിങ്ങളുടെ പേഴ്സണ് ഡീപ്പായിട്ടുള്ളൊരു മുറിവ് സംഭവിച്ചിരിക്കുന്നു. അത് മാനസികമായാലും ശരി തന്നെ, ശാരീരികമായാലും ഒരു ഡീപ്പായിട്ടുള്ള, ഉണങ്ങുവാൻ പ്രയാസപ്പെടുന്ന രീതിയിലുള്ള അപമാനഭാരമോ അല്ലെങ്കിൽ അത്രത്തോളമായിട്ടുള്ള ഒരു മുറിവോ സംഭവിച്ചിരിക്കുന്നു. ചിലപ്പോൾ ശാരീരിക മുറിവ് ആകണമെന്നില്ല, ഇതൊരു മാനസിക മുറിവ് ആകാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, അവർ വിശ്വസിച്ചിരുന്ന പല വ്യക്തികളും അവരെ ചീറ്റ് ചെയ്തത് അവർക്ക് സഹിക്കാൻ കഴിയാവുന്ന ഒന്നല്ല. അവരുടെ ലൈഫിൽ നിന്നും ഏറ്റവും വിലപ്പെട്ടതായിട്ടുള്ള ഒന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു. മനസമാധാനമാണ് ഒരു വ്യക്തിക്ക് ഏറ്റവും വിലപ്പെട്ടതായിട്ട് കരുതപ്പെടുന്നത്. അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം അവരുടെ ലൈഫിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒബ്സ്ട്രിക്കിളായിട്ട് വന്നിരിക്കുന്നത് സ്ട്രെങ്തിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ മാനസിക ധൈര്യം ഒട്ടും തന്നെ ഇല്ല. എന്തിനേയും ഭയത്തോടു കൂടിയാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നേരിടുന്നത്. അവർക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അവർ വിശ്വസിക്കുന്നതുമായിട്ടുള്ള പല വ്യക്തികളും അവരെ കൂടെ നിന്ന് ചതിക്കുന്നത് അവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. നല്ലതെന്ന് പറഞ്ഞ് ചേർന്ന് നിന്നിരുന്നത് മൊത്തവും അവർക്ക് പാലെന്ന് പറഞ്ഞ് അവർ ചെന്ന് എടുത്തത് മൊത്തവും പാലാകണമെന്നില്ല. ഓക്കെ, പേഴ്സൺ അങ്ങനെയാണ് ഓടിച്ചെന്നിരുന്നത്. ഓക്കെ, ഇപ്പം മാനസികമായി തകർക്കുന്ന രീതിയിൽ, അപമാനിക്കപ്പെടുന്ന രീതിയിൽ പല സ്ഥലങ്ങളിലും നിങ്ങളുടെ പേഴ്സണ് നിൽക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൻ്റെ റീസെൻറ്റ് പാസ്റ്റിൽ സംഭവിച്ചിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സണെ എവിടെയൊക്കെയോ തടഞ്ഞു നിർത്തപ്പെട്ടിരിക്കുന്നു. അവർക്ക് അലൗഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നെല്ലാം നിങ്ങളുടെ പേഴ്സണെ റിജക്റ്റ് ചെയ്യുന്ന അവസ്ഥ ചില വ്യക്തികളിൽ നിന്നായിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ജോലി സ്ഥലങ്ങളിൽ നിന്നായിരിക്കാം, കുടുംബത്തിൽ നിന്നായിരിക്കാം. അവരെ ഒന്നുമല്ലാത്ത രീതിയിൽ അവരെ തള്ളപ്പെട്ട അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. ചില ചലഞ്ച് അവരുടെ ലൈഫിൽ അവർ നേരിടുന്നതായിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു റീസെൻറ്റ് പാസ്റ്റിൽ നടന്ന കാര്യമാണ് ഈ ഒരു കാർഡ് പറയുന്നത്. ആരൊക്കെയോ ചേർന്ന് നിങ്ങളുടെ പേഴ്സണെ കൺട്രോൾ ചെയ്യുന്ന അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ചില കാര്യങ്ങൾ എത്ര ശ്രമിച്ചിട്ടും നേരെ കൊണ്ടുപോകാൻ കഴിയാത്ത വണ്ണം അവർ ഒരുപാട് ടെൻഷനിൽ കൂടി, ചില ദേഷ്യം, അവർക്ക് ഒരുപാട് ദേഷ്യം അനുഭവപ്പെടുന്നുണ്ട്. ചില കാര്യങ്ങൾക്ക് വേണ്ടി അവർ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനു വേണ്ടി ഒരുപാട് പ്രവർത്തിച്ചിട്ടും അതിന് ഫലമൊന്നും കാണാതെ അവരൊരുപാട് ദേഷ്യപ്പെടുന്ന അവസ്ഥയും ഈ ഒരു സമയത്ത് കാണുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ പ്രസൻറ്റിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സണ് ഒന്നിനെക്കുറിച്ചും ഒരു ആക്ഷനും എടുക്കാൻ കഴിയാത്ത വണ്ണം ഒരു ഹാങ്ഡ് സിറ്റുവേഷനിൽ കൂടിയാണ് കടന്നു പോകുന്നത്. അവരുടെ ലൈഫിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അവർക്ക് കറക്റ്റ്, ചില കാര്യങ്ങളിൽ നിങ്ങളുടെ പേഴ്സൺ സ്റ്റക്കായി നിൽക്കുന്നു. വിശ്വസിക്കുന്നതായി ദൈവത്തിൽ സറണ്ടർ ആയിരിക്കുകയാണ്. അവരൊരുപാട് പ്രയത്നിച്ചിട്ടും അവരുടെ ഭാഗത്തു നിന്നും ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ലൈഫ് കൊണ്ടുപോകാൻ നിങ്ങളുടെ പേഴ്സണ് കഴിയാത്തത് കൊണ്ട് അവരിപ്പോൾ അവരെ യൂണിവേഴ്സിൽ തന്നെ, ദൈവത്തിൽ തന്നെ സറണ്ടർ ചെയ്തിരിക്കുന്ന അവസ്ഥയാണ് കാണുന്നത്. ജീവിതത്തിൽ സംഭവിച്ചതിനെല്ലാം ഉപേക്ഷിക്കാൻ അവർ തീരുമാനിച്ചിരിക്കുന്നു. ജീവിതത്തിൽ മുന്നേ സംഭവിച്ചിരുന്ന പ്രശ്നങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഒന്നിയാകുവാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ജീവിതത്തിൽ ഗ്രോത്ത് സംഭവിച്ചിരുന്നതെല്ലാം ഇപ്പോൾ മറ്റൊരു ദിശയിൽ കൂടിയാണ്. അവർ വിചാരിച്ചു അവർക്ക് നല്ല രീതിയിൽ ഗ്രോത്ത് സംഭവിക്കുമെന്ന് വിചാരിച്ച് അവർ ഇറങ്ങി പുറപ്പെട്ട പല കാര്യങ്ങളും അവർക്കിപ്പോൾ ഗ്രോത്തിന് പകരം നഷ്ടമാണ് പല കാര്യങ്ങളും സംഭവിച്ചിരിക്കുന്നത്.
ചില കാര്യങ്ങൾ ഉപേക്ഷിക്കാൻ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് തയ്യാറാകുന്നുണ്ട്. ഫ്യൂച്ചർ വരാൻ പോകുന്നതായിട്ടുള്ള ഫ്യൂച്ചർ നിങ്ങളുടെ പേഴ്സൺ ചില ഇൻവെസ്റ്റിഗേഷൻ നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നു. തൻ്റെ ലൈഫിൽ ഉണ്ടായ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളുടെ പേഴ്സൺ കറക്റ്റ് ആയിട്ടുള്ള ഒരു വിശദീകരണം അവർക്ക് വേണ്ടി വരുന്നുണ്ട്. മറ്റുള്ളവർ ചോദിക്കുമ്പോൾ അതിൻ്റേതായ വിശദീകരണം നൽകുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് ചില പ്രൂഫുകൾ ആവശ്യമുണ്ട്. അപ്പോൾ പ്രൂഫുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സൺ ചില കാര്യങ്ങളിലേക്ക് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നുണ്ട്. ഇതുവരെ നിങ്ങളുടെ പേഴ്സൺ ഉണ്ടായിരുന്ന ആ ഒരു വഴിയിൽ നിന്ന് മറ്റൊരു ദിശയിലേക്ക് മാറി ചിന്തിക്കുവാൻ അല്ലെങ്കിൽ മാറി പ്രവർത്തിക്കുവാൻ വേണ്ടി നിങ്ങളുടെ പേഴ്സൺ നോക്കുന്നുണ്ട്. അത് ഫ്യൂച്ചറിൽ വരുന്നതാണ്. ഉടൻ തന്നെ ഇങ്ങനെ സംഭവിക്കും. ഒരു പക്ഷേ നിങ്ങളിലേക്ക് തിരിച്ചു വരണമോ എന്നുള്ള കാര്യമായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ തീരുമാനിക്കുന്നത്. ഇതുവരെയും ലൈഫിൽ വന്നിരുന്ന പ്രശ്നങ്ങളെല്ലാം അവർക്ക് നെഗറ്റീവായിട്ടാണ് അവർക്ക് സംഭവിച്ചിരുന്നത്. അവർക്ക് ഗ്രോത്ത് സംഭവിക്കുമെന്ന് വിചാരിച്ച സ്ഥലങ്ങളിൽ നിന്നെല്ലാം അവർക്ക് ഇപ്പോൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് അവരുടെ ലൈഫിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പം അവരിപ്പം ചിന്തിക്കുകയാണ്, പഴയ ജീവിതവും നിങ്ങളുമായിട്ട് ഒരുമിച്ചുള്ള ജീവിതവും നിങ്ങളെ ഉപേക്ഷിച്ചതിന് ശേഷമുള്ള ജീവിതവും അവർ താരതമ്യം ചെയ്ത് നോക്കുകയാണ്, കമ്പയർ ചെയ്ത് നോക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ ഈ വരുന്ന അടുത്ത സമയത്തായിട്ട് നിങ്ങളുടെ പേഴ്സൺ റെസ്റ്റ്ലെസ് ഫീലിങ്ങിലേക്ക് കടന്നു പോകുക. അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ ഒരു കൺഫ്യൂഷനായിട്ടുള്ള ചിന്തയിലോട്ട് കടന്നു പോകും. അവരുടെ ജീവിതത്തിൽ ഒരു ചെറിയ രീതിയിൽ ഒരു കൊടുങ്കാറ്റും അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ അവർ നേരിടാൻ പോകുന്ന ചില ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, മാനസിക പ്രശ്നങ്ങൾ ഉണ്ട്. ഒരു ചെറിയ ചെറിയ സ്ട്രഗിളുകൾ അവർ അനുഭവിക്കാൻ പോകുന്നുണ്ട്. ഓക്കെ, ലോങ് ടൈം ഫ്യൂച്ചറിൽ അവർ ഒരുപാട് സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് അവർ കടന്നു പോകുന്നതായിരിക്കും. ലോങ് ഫ്യൂച്ചറിലാണ്, ഇപ്പോഴല്ല, ഇനി കുറച്ച് ഫ്യൂച്ചറിൽ അവർ പിന്നീട് ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ വയ്ക്കുകയും പ്രാർത്ഥനയും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുകയും ഒരുപാട് സമാധാനവും ഒക്കെയുള്ള ഒരു വ്യക്തിയായിട്ട് മാറും. എന്ത് കാര്യത്തിനും കോൺഫിഡൻസോട് കൂടി പ്രവർത്തിക്കും. ഉണ്ടായ പ്രശ്നങ്ങളെല്ലാം അവർ മറക്കുവാനും അതെല്ലാം ഹീൽ ചെയ്ത് കൊണ്ടുപോകുവാനും അവർക്ക് കഴിയും. ഇമോഷണൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും സ്റ്റേബിളായിട്ട് വരും. ഒരുപാട് മറ്റുള്ളവരെ കെയർ ചെയ്യുന്നതിനും സ്നേഹിക്കുന്നതിനും ഒക്കെ അവർ ജീവിതം കൊണ്ട് പഠിക്കും. ഓക്കെ, ഇവിടെ ഒരു കുട്ടികൾ ഇൻവോൾവ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണുന്നുണ്ട്. ചില വ്യക്തികൾ അവരുടെ കുട്ടികളിലേക്ക് അല്ലെങ്കിൽ കുട്ടികളുമൊത്ത് ജീവിക്കുവാൻ ആഗ്രഹിക്കും. ഫ്യൂച്ചറിലെ കാര്യമാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ പ്രൊഫഷണൽ ലൈഫിൽ എന്താണെന്ന് നോക്കാം. ഇപ്പം നിങ്ങളുടെ പേഴ്സണ് പ്രൊഫഷണൽ ലൈഫിൽ ഒരുപാട് ഡിപ്രഷനിൽ കൂടിയാണ് കടന്നു പോകുന്നത്. നിങ്ങളുടെ പേഴ്സണെ പല ഭാഗത്തു നിന്നും ഒഴിവാക്കുന്ന അവസ്ഥയാണ് വരുന്നത്. ചില പ്രോജക്റ്റുകളിൽ നിന്നായാലും ശരി, ചില സ്ഥാനങ്ങളിൽ നിന്നൊക്കെ ഒഴിച്ചു മാറ്റി വിടുന്നത്, യാതൊരു പ്രയോറിറ്റിയും ലഭിക്കുന്നില്ല. നിങ്ങളുടെ പേഴ്സൺ ഒരു പക്ഷേ ജോലി ഉപേക്ഷിച്ച് പോകുന്നതിനും മാനസിക അസ്വസ്ഥത കാരണം ആ ജോലി ഉപേക്ഷിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. വിദേശത്തായി നിൽക്കുന്ന വ്യക്തികൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് നാട്ടിലേക്ക് കയറി വരുന്ന അനുഭവങ്ങൾ ഒക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. ജോലി സ്ഥലത്ത് ഒരിക്കലും നിങ്ങളുടെ പേഴ്സൺ സമാധാനത്തിലും സന്തോഷത്തിലുമല്ല നിൽക്കുന്നത്. ഒരുപാട് മാനസിക പ്രശ്നങ്ങൾ അവർ നേരിടുന്നുണ്ട്. പല വ്യക്തികളും ജോലി ഉപേക്ഷിച്ച് പോകുന്നതിന് മനസ്സ് തയ്യാറാകുന്നുണ്ട്. ഓക്കെ, ഇത് കുറച്ച് സമയത്തേക്ക് മാത്രമാണ്. അവർ ഒരുപക്ഷെ ജോലി ഉപേക്ഷിച്ച് കളയും. അവരിപ്പോൾ നേരിടുന്നതായിട്ടുള്ള പ്രശ്നമെന്ന് പറയുന്നത്, ജോലി സ്ഥലത്ത് ഇപ്പം നേരിടുന്നത് കുറച്ച് നാളത്തേക്ക് മാത്രമേ ഉള്ളൂ. പക്ഷേ അത് സഹിക്കാൻ പോലും കഴിയാതെ ചില വ്യക്തികൾ തൻ്റെ ജോലിയെ ഉപേക്ഷിച്ച് കടന്ന് പോകുന്നതായും കാണുന്നുണ്ട്. ഇപ്പം നിങ്ങളുടെ പേഴ്സൻ്റെ അവസ്ഥ, ഇപ്പം നിലവിലുള്ള അവസ്ഥ എന്ന് പറയുന്നത്, ചുറ്റുപാടും നടക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ഒന്നിലും ഉറച്ചു നിൽക്കാൻ കഴിയാത്ത വിധം നിങ്ങളുടെ പേഴ്സൺ കൺഫ്യൂഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴും റെസ്റ്റ്ലെസ് ഫീലിംഗ് ആണ് വരുന്നത്. ചില കാര്യങ്ങളിലേക്ക് നടത്താം എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകും, പെട്ടെന്ന് തന്നെ അത് ശരിയാകത്തില്ല എന്ന് പറഞ്ഞ് വീണ്ടും അതിനെ ബ്രേക്ക് ചെയ്യുന്ന അവസ്ഥ. ഒന്നിലും ഉറച്ചു നിൽക്കാൻ കഴിയുന്നില്ല. എന്താണ് മുന്നിൽ സംഭവിക്കുന്നതെന്നും അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ മുന്നോട്ട് കണ്ടുകൊണ്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചാലും പറ്റുന്നില്ല. എപ്പോഴും ചഞ്ചലപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മനസ്സാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് കാണുന്നത്. സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും അവർക്ക് മാനസിക ധൈര്യം ഒട്ടും തന്നെ ഇല്ല. എപ്പോഴും അവർക്ക് ഭയമാണ്, മറ്റുള്ള വ്യക്തികളെ ഭയക്കുന്നുണ്ട്. ഓക്കെ, ആരെയും വിശ്വസിക്കുവാൻ അവർക്ക് കഴിയുന്നില്ല. അവർ ചിലപ്പോൾ ജീവിതത്തിൽ നേരിട്ടതായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം ഈ ഒരു സമയത്ത് അവർക്ക് ആരെയും വിശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ കൂടിയാണ് ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സൺ അനുഭവിക്കുന്നത്. ഓക്കെ,
എന്ത് കാര്യത്തെക്കുറിച്ചാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയം ഭയക്കുന്നത് അല്ലെങ്കിൽ ചലഞ്ച് അനുഭവിക്കുന്നത് എന്തെല്ലാം കാര്യത്തെക്കുറിച്ചാണെന്നുള്ളതാണ്. ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സൺ ചലഞ്ച് അനുഭവിക്കുന്നത് സാമ്പത്തികമായിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ രണ്ട് സിറ്റുവേഷനെ വെച്ചിട്ട് അവർക്ക് ബാലൻസുകൾ കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥയിൽ കൂടിയാണ് നിങ്ങളുടെ പേഴ്സൺ ചലഞ്ച് അനുഭവിക്കുന്നത്. ഒന്നുകിൽ ജോലി കാര്യമായിരിക്കാം, അല്ലെങ്കിൽ റിയൽ ലൈഫായിരിക്കാം, അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടായിരിക്കാം. രണ്ട് സാഹചര്യത്തിൽ പെട്ടിരിക്കുന്ന അവസ്ഥയാണ്. സാമ്പത്തികവും റിയൽ ലൈഫുമായിട്ട് ബാലൻസുകൾ കൊണ്ടുപോകുന്നതിന് ഒരുപാട് ബുദ്ധിമുട്ട് ഈ ഒരു സമയം നേരിടുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൻ്റെ ഓവറോൾ ലെസൺ എന്ന് പറയുന്നത് മറ്റു ചില വ്യക്തികളുടെ ഉപദേശപ്രകാരം തൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പാടില്ല എന്ന് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് മനസ്സിലാക്കിയിരിക്കുന്നുണ്ട്. ചില വ്യക്തികളുടെ ഇടപെടലുകൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വലിയ പ്രശ്നങ്ങൾ വരുത്തി വെച്ചിട്ടുണ്ട്. അത് ജോലിസ്ഥലത്തായാലും ശരി, റിയൽ ലൈഫിലാണെങ്കിലും കുടുംബജീവിതത്തിലാണെങ്കിലും ഇത് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നു. നിങ്ങളുടെ പേഴ്സൺ തന്നെക്കാളും മറ്റ് വ്യക്തികളിൽ, അവർ സ്നേഹിക്കുന്നതായ മറ്റ് വ്യക്തികളിൽ വിശ്വാസം വെച്ചിരുന്നു. അവർ പറയുന്ന വാക്കുകൾക്ക് മുൻതൂക്കം കൊടുത്തിരുന്നു. അപ്പം അതൊന്നും ചെയ്യാൻ പാടില്ല എന്ന് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ജീവിതം കൊണ്ട് മനസ്സിലാക്കിയിരിക്കുന്നു. ഓക്കെ, മറ്റ് ചില വ്യക്തികളാൽ നിയന്ത്രിക്കപ്പെടുന്നത് നിങ്ങളുടെ പേഴ്സണ് സഹിക്കാൻ പറ്റുന്നില്ല. അത് ഒരുപാട് ദേഷ്യം ഉണ്ടാക്കുന്ന കാര്യമായിട്ട് ഇരുന്നു. നല്ല രീതിയിൽ കരയുകയും മറ്റൊരു സമയത്ത് നല്ല രീതിയിൽ ദേഷ്യപ്പെടുന്നതുമായിട്ടുള്ള അനുഭവത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ഫെമിനൈൻ മസ്കുലൈൻ എനർജി ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, അപ്പം ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ പേഴ്സണൽ റീഡിങ്. നിങ്ങൾക്ക് റെസൊനേറ്റ് ആകുന്നു എങ്കിൽ മാത്രം എടുക്കുക. ഓക്കെ, ഇനി നിങ്ങളുടെ പേഴ്സണൽ റീഡിങ് നോക്കാം. ഇത് എത്ര പേർക്ക് റെസൊനേറ്റ് ആകുമെന്നറിയത് റെസൊനേറ്റ് ആൻഡ് ചെയ്യുക. ഓക്കെ, ഇതെൻ്റെ വ്യൂവേഴ്സിൻ്റെ എനർജിയാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സണൽ റീഡിങ് പോലെയാണ്. അപ്പം നിങ്ങൾക്കിത് റെസൊനേറ്റ് ആകുന്നതെന്ന് നോക്കണം. ഇത് നിങ്ങളിപ്പോൾ നേരിടുന്നത് പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ, ഇപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓവറോൾ ആയിട്ടുള്ള ലെസൺ എന്താണ്, ലൈഫ് ലെസൺ എന്താണ് എന്നുള്ളതൊക്കെ എല്ലാം കൂടി മിക്സ് ചെയ്ത് വരുന്നതാണ്. ഓരോന്നും ഞാൻ പറഞ്ഞാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പം ആ ഫസ്റ്റ് കാർഡ് എന്ന് പറയുന്നത് നിങ്ങൾ അനുഭവിക്കുന്നതായിട്ടുള്ള റൂട്ട് ഇഷ്യൂ എന്താണെന്നുള്ളതാണ് ഫസ്റ്റ് കാർഡ്. നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നതായിട്ടുള്ള റൂട്ട് ഇഷ്യൂ എന്ന് പറയുന്നത് നിങ്ങളുടെ സ്നേഹം അല്ലെങ്കിൽ നിങ്ങളുടെ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നതിന് നിങ്ങൾക്ക് ഏറ്റവും വിശ്വസ്തരായിട്ടുള്ള വ്യക്തികൾ നിങ്ങൾക്കില്ല. അല്ലെങ്കിൽ അത് കേൾക്കുവാൻ, നിങ്ങളുടെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ശരിയായ സൊല്യൂഷൻ നൽകുവാൻ വ്യക്തികളില്ല നിങ്ങൾക്ക്. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കിപ്പോൾ എന്തൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്തോ ഒന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു. 9 ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. നിങ്ങൾക്ക് എന്തൊക്കെയോ നഷ്ടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ആ നഷ്ടപ്പെട്ടത് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ച് വേണം എന്നുള്ളതാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നതായിട്ടുള്ള പ്രശ്നം. ഓക്കെ, ഒബ്സ്റ്റിക്കിൾസ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ജഡ്ജിമെൻ്റ് ആണ്. നിങ്ങൾ ചെയ്യാത്തതായിട്ടുള്ള പല തെറ്റുകൾക്കും നിങ്ങൾ കുറ്റം അനുഭവിക്കുന്നതായിട്ട് വരുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ. അപ്പം നിങ്ങൾക്ക് നീതി ലഭിക്കണം, ജഡ്ജിമെൻറ്റ് വേണം, നിങ്ങൾക്ക് ന്യായവിധി നിങ്ങൾക്ക് വേണം എന്നുള്ളതാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങൾ ചെയ്യാത്ത തെറ്റുകൾക്ക് നിങ്ങൾക്ക് ശിക്ഷ അനുഭവിക്കാൻ കഴിയില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ നിൽക്കുകയാണ്. നിങ്ങളുടെ സോളിനോട്, നിങ്ങളുടെ ഇന്നർ വോയിസിനോട് നിങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഇന്നർ വോയിസിൻ്റെ ശബ്ദം നിങ്ങൾ കേൾക്കുന്നുണ്ട്. യൂണിവേഴ്സുമായിട്ട് നിങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഇവിടെ ചില ട്വിൻ ഫ്ലെയിം ഇഷ്യൂസ് നിങ്ങൾ നേരിടുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ റീസെൻറ്റ് പാസ്റ്റിൽ എന്താണ് സംഭവിച്ചതെന്ന് നോക്കിയാൽ നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നത് ഏസ് ഓഫ് കപ്പ്, നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്ത പല കാര്യങ്ങളും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി. നിങ്ങൾ വിശ്വസിച്ചിരുന്നതിൽ നിങ്ങൾക്ക് വിശ്വാസവഞ്ചന നേരിട്ടിരുന്നു. നിങ്ങൾ സ്നേഹിച്ചതായ ചില കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും അകന്നു പോയിരിക്കുന്നു. ഏസ് ഓഫ് കപ്പാണ്. ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് പെയിൻ സിറ്റുവേഷൻ ആണെങ്കിലും ശരി തന്നെ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതായി വരുന്നുണ്ട്. പ്രസൻറ്റിൽ നിങ്ങൾ നേരിടുന്നതായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത്
ഫാമിലി 10 ഓഫ് പെൻറ്റിക്കിളിൻ്റെ പ്രശ്നമാണ് നിങ്ങൾ അനുഭവിക്കുന്നത്. ചില ഫാമിലി ഇഷ്യൂസ് നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. മറ്റ് ചില സാമ്പത്തിക പ്രോബ്ലത്തിൽ കൂടി നിങ്ങൾ കടന്നു പോകുന്നുണ്ട്. ചില വ്യക്തികൾക്ക് കുടുംബപരമായിട്ടുള്ള ചില ഇഷ്യൂസ്, കുട്ടികളൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ള ചില ഇഷ്യൂസുകൾ നിങ്ങൾ ഇപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ നേരിടുന്നുണ്ട്. ഓക്കെ, പ്രസൻറ്റിൽ അതാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത്. സാമ്പത്തിക പ്രശ്നവും കുടുംബപരമായിട്ടുള്ള ചില പ്രശ്നങ്ങളിൽ കൂടിയാണ് നിങ്ങളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, നിയർ ഫ്യൂച്ചറിൽ പെട്ടെന്ന് ഉടൻ തന്നെ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ഒരു മനോഹരമായിട്ടുള്ള ഒരു ഓഫർ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, പേജ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത്, നിങ്ങൾ സ്വപ്നം കണ്ടത്, അത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ നിങ്ങൾക്ക് പോകുന്നുണ്ട്. എവിടെ നിന്നെങ്കിലും നിങ്ങൾക്കൊരു ഓഫർ വരും. ജോലി സംബന്ധമായിട്ടാണെങ്കിലും ശരി, അല്ലെങ്കിൽ ഇമോഷണൽ ആയിട്ടാണെങ്കിലും ശരി, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു വ്യക്തി നിങ്ങളിലേക്ക് കടന്നു വരുന്നതായിരിക്കാം. ഒരു പക്ഷേ അത് നിങ്ങളുടെ പേഴ്സൺ തന്നെ ആയിരിക്കാം, അല്ല എങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും നിങ്ങളെ സഹായിക്കുവാൻ വേണ്ടിയിട്ട്, ഇമോഷണലായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കടന്നു വരും. മറ്റു ചില വ്യക്തികൾക്ക് ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, ഓഫറുകൾ നിങ്ങളെ തേടി എത്തുന്നതായിരിക്കും. ഉടൻ തന്നെ എത്തുന്നതായിരിക്കും. ഫ്യൂച്ചറിൽ സംഭവിക്കാൻ പോകുന്നത് ലോങ് ടൈം വരുന്നതായിട്ടുള്ള ഫ്യൂച്ചറാണിത്. നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത്, നിങ്ങളുടെ എന്ത് ഗോളാണോ നിങ്ങൾ സെറ്റ് ചെയ്തിരുന്നത്, ആ ഗോളിലേക്ക് നിങ്ങൾ എത്തപ്പെടുകയാണ്. നിങ്ങൾ അഫർമേഷൻ പൂർത്തീകരിക്കാൻ പോകുന്നു. ഓക്കെ, നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങൾ സ്വപ്നം കണ്ടിരുന്നതിനും നിങ്ങൾ ഇപ്പോഴേ അഫർമേഷൻ ടെക്നിക്ക് കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ നിങ്ങൾക്കൊന്നും നഷ്ടമായി പോകത്തില്ല. ഇന്ന് നിങ്ങൾ ചിലവഴിക്കുന്ന ഒരു നിമിഷം പോലും, അഫർമേഷന് വേണ്ടി ചിലവഴിക്കുന്ന ഒരു നിമിഷം പോലും നിങ്ങൾക്ക് നഷ്ടമായി പോകത്തില്ല. അത് സ്റ്റാറിൻ്റെ കാർഡാണ്. അത് നിങ്ങൾക്ക് വന്നു ചേരുക തന്നെ ചെയ്യും. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് നാളെ ഒരു സമയത്ത് നിങ്ങൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെടും. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ബാലൻസിങ്ങിൽ കൊണ്ടുവരാനും നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ഇപ്പോൾ നിങ്ങൾ നേരിടുന്നത് ജോലി സംബന്ധമായിട്ടും സാമ്പത്തികമായിട്ടുമുള്ള ബുദ്ധിമുട്ടാണ് ഈ ഒരു സമയത്ത് നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ചില ഈഗോ പ്രശ്നങ്ങൾ നിങ്ങൾ നേരിടുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ചില കെയറും കാര്യങ്ങളും ലഭിക്കുന്നില്ല. നിങ്ങൾ ഒരുപാട് സ്നേഹിച്ചിരുന്ന വ്യക്തികളൊന്നും നിങ്ങളോട് നന്ദി കാണിക്കാത്ത അവസ്ഥയിൽ കൂടി കടന്നു പോകുന്നുണ്ട്. നിങ്ങൾ എത്രത്തോളം സ്നേഹവും കെയറും കാണിച്ചിരുന്ന ഒരു വ്യക്തി നിങ്ങളോട് ഈ ഒരു സമയത്ത് നിങ്ങളോട് കൂടെ ഇല്ല എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്ന അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ഇപ്പോൾ ജോലി സംബന്ധമായിട്ടും ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ കൂടിയാണ് നിങ്ങളിപ്പോൾ കടന്നു പോകുന്നത്. ഇപ്പം നിങ്ങൾ ചുറ്റപ്പെടുന്നതായിട്ടുള്ള മറ്റ് ചില പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ എന്ന് പറയുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നതായ വ്യക്തികളിൽ നിന്നും അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതായ ചില ജോലികൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നില്ല. നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജ് കോളിനായിരിക്കാം, നിങ്ങളുടെ പേഴ്സണെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടിയിട്ടായിരിക്കും, ചില ഇമോഷണൽ സപ്പോർട്ടിന് വേണ്ടിയിട്ടായിരിക്കാം നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന അവസ്ഥയിൽ കൂടിയാണ് നിങ്ങളിപ്പോൾ കടന്നു പോകുന്നത്. നിങ്ങൾ എവിടെയെങ്കിലും ചില ബാങ്കിൽ അങ്ങനെ ലോണിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യുന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ലഭിക്കാത്തതിൻ്റെ ടെൻഷനിൽ കൂടി നിങ്ങൾ കടന്നു പോകുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്നും കോളും മെസ്സേജ് വരാത്തതിൻ്റെ ടെൻഷനിൽ കൂടി നിങ്ങൾ കടന്നു പോകുന്നുണ്ട്. മറ്റ് ചില സ്ഥലങ്ങളിൽ ജോലിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങളുടെ ലൈഫിലേക്ക് വരാത്തതിൽ നിങ്ങൾ വിഷമിച്ച് നിൽക്കുന്ന അവസ്ഥയിൽ കൂടിയാണ് ഈ ഒരു സമയം നിങ്ങൾ കടന്നു പോകുന്നത്. ഓക്കെ, നിങ്ങൾ ഭയപ്പെടുന്നതും ചലഞ്ചിങ്ങുമായിട്ടുള്ള കാര്യങ്ങൾ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ന്യൂ ബിഗിനിങ് ആണ്. ഏസ് ഓഫ് വാൺസിൻ്റെ എനർജി തന്നെയാണ്. മാനസിക ധൈര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ചലഞ്ച് ചെയ്യുന്നു. എന്തിലേക്കും കടന്നു പോകുന്നതിന്, എന്തോ ഒന്ന് ആരംഭിക്കുന്നതിന് നിങ്ങൾക്കിപ്പോൾ മാനസിക ധൈര്യം കുറവാണ്. ഇപ്പോൾ ഒരു ന്യൂ റിലേഷൻ തന്നെ വന്നിരുന്നാലും അതിലേക്ക് യെസ് പറയുന്നതിന് നിങ്ങൾക്ക് ഭയം തോന്നുന്നുണ്ട്. മറ്റെന്ത് കാര്യങ്ങളിലും ഓപ്പൺ ആകുന്നതിന്, ഒരു ന്യൂ ബിഗിനിങ് അല്ലെങ്കിൽ സിറ്റുവേഷനിൽ നിന്ന് ഒരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരുന്നതിന് നിങ്ങൾക്ക് മാനസിക ബലം കുറവായിട്ട് വന്നിരിക്കുന്നു. ഓക്കെ, ഒരു തുടക്കം നിങ്ങളുടെ ലൈഫിൽ ലഭിക്കുന്നില്ല. അതാണ് നിങ്ങളിപ്പം ചലഞ്ച് ചെയ്യുന്നത്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു മാറ്റം നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഭയപ്പെടുന്നുണ്ട്. മാറ്റം വന്നു കഴിഞ്ഞാലും നിങ്ങൾ ഭയപ്പെടുന്നു. എന്ത് മാറ്റം വരാത്തതിലും നിങ്ങൾ ദുഃഖിക്കുന്ന അവസ്ഥയിൽ കൂടിയാണ് ഇപ്പം ഈ ഒരു സമയം കടന്നു പോകുന്നത്. എന്താണ് നിങ്ങളുടെ ലൈഫിൻ്റെ ഓവറോൾ ലെസൺ നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാര്യത്തിനും നിങ്ങൾ എടുത്തു ചാടി ഒരു കാര്യവും പ്രവർത്തിക്കാൻ പാടില്ല എന്നുള്ളതാണ്. വളരെ സ്പീഡിലൊന്നും നിങ്ങൾ ജീവിതത്തിൽ ഒരു കാര്യത്തിലും നിങ്ങൾ
ഡിസിഷൻ എടുക്കരുത്. ഇപ്പോൾ നിങ്ങൾ ഒരുപാട് ഇമോഷണൽ ആയിട്ടിരിക്കുന്ന സമയത്ത്, ഒരുപാട് കരഞ്ഞ് വിഷമിച്ചിരിക്കുകയോ അല്ലെങ്കിൽ വളരെ ദേഷ്യപ്പെട്ടിരിക്കുന്നയോ ആയിട്ടുള്ള സാഹചര്യമാണെങ്കിൽ നിങ്ങൾ ഈ ഒരു സമയം ഒരു ഡിസിഷനും എടുക്കാൻ പാടില്ല. അതിന് കുറച്ച് സമയം നീട്ടി വയ്ക്കുക. വളരെ സ്ലോയിൽ കുറച്ച് സമാധാനത്തിൽ ചിന്തിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളാണ് ലൈഫിൽ ഉള്ളതെന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുള്ള ചില ലെസൺസ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇതിന് ഞാൻ ക്ലൂസ് എടുക്കുന്നില്ല. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇതുപോലെയുള്ള റീഡിങ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ നിങ്ങൾക്കിത് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, താങ്ക് യു.